പിന്നെ രാത്രി ഇടയ്ക്കിടയ്ക്ക് ശ്രദ്ധിച്ചോണം. കൊച്ചു കുഞ്ഞാ, പനി എങ്ങാനും കൂടിയാ അറിയാൻ പറ്റില്ല. ആ ശ്രദ്ധിക്കാമേ. ഫ്രൂട്ട്സ് കൊടുത്തൊക്കെ മതി. ഇനിയാ മെഡിസിൻ എടുത്തു കൊടുത്തിട്ട് കുഞ്ഞിനെ ഉറക്കാൻ നോക്ക്. ആ ശരി അമ്മേ. അമ്മേ അമ്മേ അമ്മ ഈ കുട്ടിയെ സ്നേഹിച്ചു തുടങ്ങിയോ? അമ്മേ ഈ കുട്ടിയെ എത്രയും വേഗം ഇവിടെ നിന്ന് കടത്തുമെന്ന് അമ്മ എനിക്ക് വാക്ക് തന്നതല്ലേ? ശരിയാ, പറഞ്ഞിരുന്നു. ഇപ്പൊ ആ കുട്ടിക്ക് പനിയല്ലേ, അത് കുറയട്ടെ, എന്നിട്ട് നമുക്ക് തീരുമാനിക്കാം. അമ്മയുടെ മനസ്സിലെ മുത്തശ്ശി ആ സ്നേഹം ഉണർന്നു തുടങ്ങി. കൃഷ്ണ 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 നീ വേഗനേ ബാരോ. കൃഷ്ണ നീ വേഗനേ ബാരോ. കൃഷ്ണ നീ വേഗനേ ബാരോ ബാരോ ബാരോ. കൃഷ്ണ ശ്യാമയുടെ പ്രാക്ടീസ് ഗംഭീരമായി നടക്കുന്നുണ്ടല്ലോ. നന്നായി. 3-ാം റൗണ്ട് മ്യൂസിക് ഷോ കടന്നു കിട്ടുക എന്ന് പറഞ്ഞാൽ അത് കുറച്ച് ടഫാ. നന്നായി ശ്രമിക്കണം. അതെ സർ, ശ്യാമ കഴിവിന്റെ പരമാവധി ശ്രമിക്കുന്നുണ്ട്. അത് മതി. ആത്മാർത്ഥമായ പരിശ്രമം തന്നെ പ്രധാനം. ആ ഞാൻ ശ്യാമയെ വിളിക്കാം. വേണ്ട, പ്രാക്ടീസ് നടക്കട്ടെ. ഫൈനൽ റൗണ്ടിലേക്ക് 2 കണ്ടസ്റ്റന്റിന് മാത്രമാണ് പ്രവേശനം അല്ലേ? ഏറ്റവും മികച്ച 2 പാട്ടുകാർ മാത്രമേ ഫൈനലിലെത്തൂ. ആ 2 പേരിൽ ഒരാളാവുക, അതാ ടാസ്ക്. ഫൈനൽ റൗണ്ടിൽ കടക്കാൻ ശ്യാമയ്ക്കായാൽ അത് ശ്യാമയുടെ ജീവിതത്തിലെ ഒരു ടേണിംഗ് പോയിന്റ് ആയിരിക്കും. മനസ്സിലാവുന്നുണ്ട് സർ. പിന്നെ ഒരിക്കലും ശ്യാമയ്ക്ക് തിരിഞ്ഞു നോക്കേണ്ടി വരില്ല. ഞാനാ പറയുന്നേ, ഉറപ്പാ. ശ്യാമയുടെ പരിശ്രമം മാത്രമല്ല, അഖിലിന്റെ മാനസിക സപ്പോർട്ടും വേണ്ടുവോളം ശ്യാമയ്ക്കുണ്ടാകണം. എന്നാലേ ഈ 3-ാം റൗണ്ട് കടക്കാൻ ശ്യാമയ്ക്ക് കഴിയൂ. ശ്യാമ രക്ഷപ്പെടുക എന്നുള്ളത് എന്റെ ജീവിത വ്രതമാണ് സർ. ഞാൻ ശ്യാമയ്ക്കൊപ്പം ഉണ്ടാവും. അറിയാം, എന്നാലും ഓർമ്മിപ്പിച്ചെന്നേ ഉള്ളൂ. ശ്യാമയുടെ ജയം എന്റെയും കൂടി അഭിമാന പ്രശ്നമാണ്, അറിയാമല്ലോ. നന്നായിട്ടറിയാം സർ. പറഞ്ഞു ഒന്നും മറക്കണ്ട. ഞാൻ സംസാരിച്ച കാര്യം ശ്യാമയോടും പറഞ്ഞേക്കൂ. അപ്പോൾ ഓക്കെ, മ്യൂസിക് ഫ്ലോറിൽ കാണാം. ശരി സർ. ശ്യാമയുടെ വിജയം GK സാറിന്റെ മാത്രമല്ല, എന്റെ ഈ അഭിമാനത്തിന്റെ പ്രശ്നമാണ്. എന്റെ ശ്യാമയെ തള്ളിപ്പറഞ്ഞവർക്കുള്ള മറുപടിയാകണം ആ ജയം. എനിക്കിപ്പോ വീട്ടിലും സ്വസ്ഥതയില്ല, ഓഫീസിലും സ്വസ്ഥതയില്ല. എവിടെ തിരിഞ്ഞാലും ശ്യാമയുടെ പാട്ട്, ശ്യാമയുടെ ഏട്ടത്തിയല്ലേ. ആളുകളോട് മറുപടി പറഞ്ഞ് ഞാൻ മടുത്തു.
അത് ഐശ്വര്യേച്ചിക്ക് മാത്രോ? ഞങ്ങളുടെ അവസ്ഥ അതിനേക്കാളും മോശം. ഈ ശ്യാമ അതിനിടയ്ക്ക് ഇത്രയും പോപ്പുലർ ആവുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. നമ്മുടെ എല്ലാവരുടെയും പിടിപ്പുകേടാ. ഇത്രയും പെട്ടെന്ന് ശ്യാമ ഇത്ര ഉയരത്തിലെത്തിയില്ലേ? അവളെ തടയാൻ നമ്മൾ എന്തെല്ലാം ചെയ്തു, ഒന്നും അതിൻ്റെതായ ഫലം കണ്ടില്ലല്ലോ. ഒടുവില് എല്ലാവരുടെയും ദേഷ്യം എനിക്ക്. ചേച്ചി, ഇനി ഇങ്ങനെ വിട്ടാ പറ്റില്ല. എന്തെങ്കിലും അറ്റകൈ പ്രയോഗം തന്നെ ചെയ്യണം. മ്യൂസിക് ഷോ 3-ാം റൗണ്ടിൽ ശ്യാമ പാടരുത്. നിനക്ക് ഇവിടെ നിന്ന് പറയാൻ എളുപ്പാ, പക്ഷെ അത് എങ്ങനെ? അതിനെന്താ വഴി? അത് പറയേ. മമ്മി, നമുക്ക് രണ്ടാൾക്കും ആ റിയാലിറ്റി ഷോയുടെ സ്ഥലത്ത് എന്താ ചെയ്യാൻ പറ്റുക? എന്നെ വേഗം ആളുകൾ തിരിച്ചറിയില്ലേ? ആ, അത് വലിയൊരു പ്രശ്നോ. ഞാൻ അവിടെ ചെല്ലുന്നതിൽ പ്രശ്നമുണ്ടോ? ഇല്ല, പക്ഷേ ഐശ്വര്യ ഫ്ലോറിൽ പോയിട്ട് എന്ത് ചെയ്യാനാ? എനിക്ക് ചിലപ്പോ പലതും ചെയ്യാനാവും. എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? എന്നാ അത് പറയും. അവിടുത്തെ പ്രോഗ്രാം ഹെഡ് എന്റെ അടുത്ത ബന്ധുവാ. അതെയോ? ഞാൻ പറഞ്ഞ എന്തും ചെയ്തു തരും. അത്രയ്ക്കടുപ്പാ ഞങ്ങള് തമ്മില്. അത് വലിയ സഹായമാവുമല്ലോ. എന്റെ ആ ബന്ധുവിന്റെ കെയർ ഓഫില് എനിക്ക് എങ്ങനെയെങ്കിലും അവിടെ കയറി പറ്റണം. എന്നിട്ട് ചേച്ചി എന്താ ചെയ്യാൻ പോകുന്നേ? അവളെ, ആ ശ്യാമയെ, ആ മ്യൂസിക് ഫ്ലോറിൽ നാണം കെടുത്താൻ ഞാനൊരു വഴി കണ്ടിട്ടുണ്ട്. അവള് മ്യൂസിക് ഷോ 3-ാം റൗണ്ടിൽ ജയിച്ചു കഴിഞ്ഞാ പിന്നെ ശ്യാമ നമുക്ക് എത്തിപ്പിടിക്കാൻ പറ്റാത്ത കൊമ്പിലെത്തും. അവള് പോപ്പുലർ ആകും. ആരാധകരുടെ എണ്ണം ഇനിയും ഇരട്ടിയാകും. പിന്നെ നമുക്ക് ഒന്നും ചെയ്യാനാവില്ല. എന്റെ ഐഡിയ വർക്കൗട്ടായ ശ്യാമയുടെ പാട്ട്, അവളുടെ കരിയർ ആ മ്യൂസിക് ഫ്ലോറിലെ ഓഡിയൻസിന്റെ മുന്നിൽ വെച്ച് തന്നെ അവസാനിക്കും. ഐശ്വര്യ, ഐഡിയ എന്താ? അത് പറയേ. പറയാം. എന്റെ ഐഡിയ എങ്ങനെയുണ്ട്? ഇത് ഉറപ്പായിട്ട് വർക്കൗട്ട് ആവും. ശ്യാമയെ ആ ഫ്ലോറിൽ തന്നെ ഓഡിയൻസ് പൊളിച്ചെടുക്കും. അതിനൊരു സംശയമില്ല. ശ്യാമയുടെ ആരാധകരെന്ന് പറഞ്ഞ് നടക്കുന്ന ചിലരുണ്ടല്ലോ, അവര് തന്നെ ശ്യാമയെ ആ ഫ്ലോറിൽ വെച്ച് കൂകി വിളിക്കും. അത് തീർച്ചയായിട്ടും നടക്കും. ഷുവർ, അത് നടന്നിരിക്കും ചേച്ചി. ഐശ്വര്യ, സൂക്ഷിച്ച് ചെയ്യണം. അതൊക്കെ ഞാൻ ഏറ്റു. ആനന്ദനിലയത്തിലെ ഇനി ഒരു സെലിബ്രിറ്റി മതി, ഐശ്വര്യ. കണ്ണ, അറിയാലോ, ഇന്നെന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ പരീക്ഷണ ദിവസം. നീ കൂടി ഈ ശ്യാമയോടൊപ്പം ഉണ്ടെങ്കിൽ ഫൈനൽ മത്സരത്തിൽ പ്രവേശിക്കുന്ന ആ 2 പേരിൽ ഒരാളാവും ഞാൻ. ഞാൻ ആത്മാർത്ഥമായിട്ട് പാടും കണ്ണ. പക്ഷെ വിജയിക്കണമെങ്കിൽ നിന്റെ അനുഗ്രഹം എന്നോടൊപ്പം വേണം. ഞാൻ അത്ര മനസ്സുറപ്പോടു കൂടി പോവാ. എന്തിനും ഏതിനും നീ എന്റെ ഒപ്പം ഉണ്ടെന്നുള്ള ധൈര്യത്തോടെ. എന്നാ ചെല്ലട്ടെ കണ്ണ.
ആ അച്ഛാ അതെ, പോട്ടെ. അഖിലിന് പച്ചക്കറി കടയിൽ പോകാനുള്ളല്ലേ? അപ്പൊ അഖില് പൊയ്ക്കോട്ടെ. ഇന്ന് ശ്യാമയ്ക്ക് കൂട്ടിന് ഞാൻ വരാം. വേണ്ട, സാർ എന്റെ കൂടെ വരാൻ റെഡിയാവുന്നുണ്ട്. അത് വേണ്ടെന്നേ. എന്തിനാ ഒരു ദിവസം വെറുതെ പച്ചക്കറി കട അടച്ചിടുന്നേ? നഷ്ടമല്ലേ? അച്ഛാ, അതിന്റെ ഒന്നും ആവശ്യമില്ലെന്നേ. പിന്നെ ഞാൻ ശ്യാമയ്ക്കൊപ്പം ചെന്നാ അതിന്റെ നേട്ടം ശ്യാമയ്ക്ക് തന്നെയാ. എന്ത് നേട്ടം? അല്ല, ഇന്ന് പ്രധാന മത്സരമല്ലേ? ഞാൻ കൂടി ഒപ്പം ഉണ്ടെങ്കിൽ ശ്യാമയ്ക്ക് കുറെ കൂടി ധൈര്യം കിട്ടും. ഒന്നുമില്ലെങ്കിലും ഞാൻ ശ്യാമയുടെ സ്വന്തം ഏട്ടത്തിയല്ലേ, അല്ലേ ശ്യാമേ? ശ്യാമേച്ചി, ഇത് ജയന്തിയുടെ അടവാ. ശ്യാമേച്ചിയുടെ ഒപ്പം വന്നിട്ട് അവിടെയൊക്കെ ഷൈൻ ചെയ്യാനാ. തരം കിട്ടിയ ചേച്ചിയെ തോൽപ്പിക്കാൻ വേണ്ട പാര വെക്കുകയും ചെയ്യും. എടച്ചക്ക, കൊച്ചു വായില് വലിയ വർത്താനം പറയണ്ട. വാ അടച്ചേക്ക്. ശ്യാമേ ഇറങ്ങാം. അതെ അതെ അഖിലേ, ഞാൻ ശ്യാമയ്ക്കൊപ്പം പോവാ. അയ്യോ, വേണ്ട വേണ്ട, എന്റെ കുഞ്ഞ് സമാധാനത്തോടെ പോയെന്ന് പാടി ജയിച്ചു വരട്ടെ. മോള് ചെല്ലേ, സമയം വൈകി. ഞങ്ങളുടെ എല്ലാ അനുഗ്രഹവും എപ്പോഴും മോക്കുണ്ട്. ജയിച്ചു വാ മോളെ. ആ അപ്പോ ഫൈനൽ മത്സരത്തിന് നമ്മൾ എല്ലാരും ഒരുമിച്ചാ പോകുന്നേ. അത് നടക്കും ചേച്ചി. ചേച്ചി ഇന്ന് നമ്പർ 1 ഓക്കെ? ഇറങ്ങാം. അച്ഛാ പോട്ടെ. ശരി. പോട്ടെ വരാം. എന്നെ കൊണ്ടുപോവാതെ ഭർത്താവിനെയും കൂട്ടി നീ പൊയ്ക്കോ ശ്യാമേ. നീ ഇന്ന് ഫൈനലിൽ എത്തില്ല. ഗുരുവായൂർ ഉൾപ്പെടെ 5 ക്ഷേത്രത്തിലാ നീ തോക്കാൻ ഞാൻ വഴിപാട് നേർന്നിട്ടുള്ളത്. ജയന്തി, ഞാൻ ആ റോഡിലുണ്ട്. അതെയോ? ബൈക്കിലാണോ അഖീം ശ്യാമയും വരുന്നേ? ആ ശരി, ബാക്കി കാര്യങ്ങൾ ഞാൻ ഏറ്റു. ആ ജയന്തി, രണ്ടാളും വരുന്നുണ്ട്. ശരി, ഞാൻ വിളിക്കാം. കളിച്ചുല്ലസിച്ച് പോന്ന കണ്ടില്ലേ രണ്ടാളും. ഇന്ന് അവള് പെർഫോം ചെയ്യുന്നത് എനിക്കൊന്ന് കാണണം. മാനസ, 3ാം റൗണ്ടാണ്. പെർഫോമൻസ് ഗംഭീരാകണം. അത് ഞാൻ ഏറ്റു മാഡം. സെക്കൻഡ് റൗണ്ടിൽ ഫസ്റ്റ് അടിച്ചത് ശരിയാ. ഇനി ഒട്ടും പിന്നോട്ട് പോകരുത്. ഓക്കെ മാഡം, എനിക്ക് നല്ല കോൺഫിഡൻസ് ഉണ്ട്. ശക്തയായ ഒരു എതിരാളിയാണ് തന്റെ പിന്നിലുള്ളത്, ശ്യാമ. അത് മറക്കരുത്. എല്ലാം ഓർമ്മയുണ്ട് മാഡം. എന്റെ മോള് മാനസ എന്നും 1ാം സ്ഥാനം തന്നെ നിലനിർത്തും. ഓക്കെ, ബെസ്റ്റ് വിഷസ്. താങ്ക്സ്. ശരി. മമ്മ, മാഡം പറഞ്ഞത് കേട്ടില്ലേ? ശ്യാമ, അവളെ സൂക്ഷിക്കണം. സെക്കൻഡ് റൗണ്ട് അവള് കുറച്ച് പിന്നിലായത് ശരിയാ. ഇന്ന് ചിലപ്പോ ഗംഭീര പെർഫോമൻസ് ആയിരിക്കും. നീ നിന്റെ പാട്ട് ഗംഭീരമാക്കിക്കോ. ശ്യാമ ഇന്ന് പെർഫോം ചെയ്യാൻ പോകുന്നില്ല. അതെങ്ങനെ? അതിന് വേണ്ട ഏർപ്പാടുകളൊക്കെ ചെയ്തിട്ടുണ്ട്. ഐശ്വര്യ അതിന് വേണ്ടതൊക്കെ ചെയ്തോളും. അത് മമ്മി, മോൾ അതൊന്നും ഓർത്ത് ടെൻഷൻ ആവണ്ട. നമ്മൾ നന്നായി പെർഫോം ചെയ്യുക, അത് മാത്രം ചിന്തിച്ചാ മതി. ശ്യാമ ഇന്ന് ഈ മ്യൂസിക് ഫ്ലോറിൽ എന്തെല്ലാം കാട്ടിക്കൂട്ടുമെന്ന് മോള് നോക്കിക്കോ. ഒടുവിൽ ഈ പ്രോഗ്രാമിന്നെ അവളെ എല്ലാവരും ഓടിച്ചു വിടും. അതിന് വേണ്ടതെല്ലാം ഐശ്വര്യ ചെയ്യുന്നുണ്ട്.
എനിക്ക് നന്നായിട്ട് പാടാൻ പറ്റുമല്ലോ വേറെ കാര്യത്തെക്കുറിച്ച് ഒന്നും ആലോചിക്കണ്ട കേട്ടല്ലോ. ആ നോക്കട്ടെ. ശ്യാമ സെക്കൻഡ് റൗണ്ടിൽ ശ്യാമ മെന്റലി കുറച്ച് ഡിസ്റ്റർബ്ഡ് ആയിരുന്നു. അന്നത്തെ പെർഫോമൻസ് കണ്ടാൽ അറിയാം. ഇത് തേർഡ് റൗണ്ടാണ്. ശരിക്കും പെർഫോം ചെയ്യുന്ന 2 ആൾ മാത്രമാണ് ഫൈനൽ റൗണ്ടിൽ എത്തുക. ബാക്കി 3 കണ്ടസ്റ്റൻസും ഔട്ടാകും. ഫൈനലിൽ എത്തുന്ന 2 പേരിൽ ഒരാളാവാൻ ശ്യാമ പ്രത്യേകം ശ്രദ്ധിക്കണം. ശ്യാമയ്ക്ക് അതിനുള്ള കഴിവുണ്ട്. പക്ഷെ ഞാൻ മുമ്പ് പറഞ്ഞ പോലെ ഇടയ്ക്ക് കോൺഫിഡൻസിന്റെ പ്രശ്നമുണ്ട്. അതൊന്ന് ശ്രദ്ധിക്കണം. ഞാനിപ്പോ ഓക്കെയാണ് മാഡം. ഈ മ്യൂസിക് മെഗാ ഷോയില് ഫൈനലിൽ മത്സരിക്കാൻ പറ്റാന്ന് പറഞ്ഞാൽ തന്നെ അത് ശ്യാമയുടെ ജീവിതത്തിലെ ടേണിംഗ് പോയിന്റ് ആകും. അത് മറക്കരുത്. ആ. ശരിയപ്പോ ഫ്ലോറിൽ കാണാം. മാഡം പറഞ്ഞു കേട്ടല്ലോ, ശ്യാമ ഇന്ന് ശരിക്കും പെർഫോം ചെയ്യണം. ഓക്കെ അല്ലേ? ഓക്കെ. രാധിക. ആ ഐശ്വര്യ പോയിക്കോളൂ. ആ ശരി. ഞാൻ രാധികയെ വിളിച്ചിരുന്നു. ആ ഓർമ്മയുണ്ട്. ആ ശ്യാമ എന്ന് പറയുന്ന കണ്ടസ്റ്റന്റിന്റെ കാര്യത്തിനല്ലേ? ആ അതെ. ആ ശ്യാമ മ്യൂസിക് ഷോയില് ഈ റൗണ്ടിൽ പാടാൻ പാടില്ല. നമ്മള് കുടുംബപരമായിട്ട് അത്ര അടുപ്പമാണ്. രാധിക ഇതെനിക്ക് സാധിച്ചു തരണം. ഐശ്വര്യ, ഞാൻ മുൻപേ പറഞ്ഞതാ. എങ്ങനെയാ അത് ഞാൻ ചെയ്യാ? പ്രോഗ്രാം ഹെഡല്ലേ രാധിക. രാധികയുടെ ഹോൾഡ് ഉപയോഗിച്ച് ശ്യാമയെ പാടിക്കരുത്. ചാനലിന്റെ പ്രോഗ്രാം ഹെഡിന്റെ മുകളില് വേറെ ആളുകളുണ്ട്. മാത്രമല്ല, നന്നായി പെർഫോം ചെയ്യുന്ന ഒരു കണ്ടസ്റ്റന്റിനെ മാറ്റുക എന്ന് പറഞ്ഞാൽ അത് ഷോയെ ബാധിക്കും. എന്ന് പറഞ്ഞാൽ എങ്ങനെയാ രാധിക? എന്നെ കൈ ഒഴിയരുത്. സോറി ഐശ്വര്യ, എനിക്കിതിന് കഴിയില്ല. മാത്രമല്ല, അത് ചെയ്യുന്നത് എന്റെ എത്തിക്സിന് ചേർന്നതല്ല. മ്യൂസിക് ഷോ 2 റൗണ്ട് കഴിഞ്ഞതേ ഉള്ളൂ. ശ്യാമയ്ക്ക് ഫാൻസ് കൂടുതലാണ്. ശ്യാമ ഫാൻസ് ഗ്രൂപ്പുകൾ പോലും സജീവമായി തുടങ്ങി. എന്തായാലും ഇവിടെ വരെ വന്നതല്ലേ, മ്യൂസിക് ഷോ കണ്ടിട്ട് പോവാം. എന്നാ രാധിക എനിക്ക് ഒരു ഉപകാരം ചെയ്യൂ. പറയൂ. എനിക്ക് മെഗാ ഷോ മാത്രം കണ്ടാ പോരാ. ഇതിന്റെ ഒരുക്കങ്ങള്, കണ്ടസ്റ്റൻസിന്റെ മേക്കപ്പ്, മറ്റൊരുക്കങ്ങള് എല്ലാം ഒന്ന് കാണണം. അതിനെന്താ, ഞാൻ ഏതെങ്കിലും സ്റ്റാഫിനോട് പറയാം. അവർ ഐശ്വര്യ അതെല്ലാം കാണിക്കും. ഏയ്, അതൊരു രസമുള്ള കാര്യമല്ല. ഇവിടുത്തെ ഒരു സ്റ്റാഫിനെ പോലെ ഇവരിൽ ഒരാളായിട്ട് എല്ലാം കാണണം. മറ്റ് സ്റ്റാഫുകളെ സഹായിച്ചു നിൽക്കണം. അല്ല, അത് പ്ലീസ് രാധിക, ഇതെങ്കിലും എനിക്ക് വേണ്ടി ഒന്ന് താൻ ചെയ്തതാ. അത് പ്ലീസ് രാധിക, പ്ലീസ്. ഓക്കെ, അത് ചെയ്യാൻ പാടില്ലാത്ത. എന്നാലും ശരി, ആയിക്കോട്ടെ. ഐശ്വര്യ ചേച്ചി ഇതുവരെ കണ്ടില്ലല്ലോ മമ്മി. മോൾ ഇവിടെ നിൽക്ക്. ഞാൻ ഐശ്വര്യ എത്തിയൊന്ന് നോക്കിയിട്ട് വരാം. ഐശ്വര്യ ഇവിടുത്തെ സ്റ്റാഫായോ? അല്ല, ഇതെന്താ? അതൊക്കെ ഞാൻ റെഡിയാക്കി. പ്രോഗ്രാം ഹെഡിനെ കണ്ടോ? ശ്യാമയുടെ കാര്യം എന്തായി? അവളെ പുറത്താക്കുന്ന കാര്യം നടക്കില്ല. ഇനിയിപ്പോ എന്ത് ചെയ്യാനാ? മാനസയോട് നന്നായി പെർഫോം ചെയ്യാൻ പറഞ്ഞോളൂ. ശ്യാമയുടെ കാര്യത്തില് മുന്നേ ഞാൻ മറ്റൊരു ഓപ്ഷൻ കണ്ടിട്ടുണ്ട്. മനസ്സിലായില്ല. ശ്യാമയെ കോമ്പറ്റീഷനിൽ നിന്നും പുറത്താക്കുന്ന കാര്യം അത്ര എളുപ്പമല്ലാന്ന് എനിക്ക് നന്നായിട്ടറിയാം. അതുകൊണ്ട് മുന്നേ തന്നെ ഞാൻ മറ്റൊരു വഴി കണ്ടു. എന്താ അത്?
ഇത് തന്നെ. എന്താ ഇത്? നല്ല ഒറിജിനൽ മയക്കുമരുന്ന്. ഇതെന്ത് ചെയ്യാൻ പോവാ? ഇത് ശ്യാമയ്ക്ക് കൊടുക്കാൻ പോവാ ഞാൻ. എങ്ങനെ? അതിനൊക്കെ വഴിയുണ്ടാകും. അതിനല്ലേ ഈ സ്റ്റാഫിന്റെ ടാഗ് ഒപ്പിച്ചത്. എന്നാലും എങ്ങനെ അത്? കൂടുതലൊന്നും ചിന്തിക്കണ്ട. എന്താ വേണ്ടേന്ന് എനിക്കറിയാം. ശ്യാമയുടെ കാര്യം എനിക്ക് വിട്ടേക്ക്. ഈ മയക്കുമരുന്ന് ഉള്ളിൽ ചെന്നാ പിന്നെ ശ്യാമ മ്യൂസിക് ഫ്ലോറിൽ എന്തൊക്കെയാ കാണിച്ചു കൂട്ടാന്ന് ദൈവത്തിന് പോലും പറയാൻ പറ്റില്ല. ഒടുവിൽ എല്ലാരും കൂടി ഇവിടെ നിന്നൊരു ഭ്രാന്തിയെ പോലെ ഓടിച്ചു വിടും ശ്യാമയെ. അവളുടെ അവസാനത്തെ പെർഫോമൻസാ ഇന്നിവിടെ നടക്കാൻ പോകുന്നത്. മഹിമ മനസ്സിന്റെ അടുത്തേക്ക് ചെല്ല്. ഞാൻ ശ്യാമയൊന്ന് ചെന്ന് കാണട്ടെ.